നല്ല വൃത്തിയിൽ പണിയെടുക്കണം എല്ലാവരെ കിട്ടും അവരെ വിളിച്ച് ചീപ്പിക്കാൻ. അയ്യോ നല്ല റോഡ് പണിയുടെ കട്ടകളൊക്കെ എടുത്ത് നല്ല പണിയുണ്ടാ. ഈ രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കില്ല ഞാൻ. ഇവരക്കാരന്റെ പോലെ ഒരാള് വരുന്നുണ്ട്, അവര് പെട്ടെന്ന് പേടിക്കും പിന്നിലേക്ക് തിരിച്ചു നോക്കുമ്പോ. നല്ല കാറ്റുണ്ട് കേട്ടാ. ഈ അങ്ങോട്ട് പിടിക്കാണ്ട്. മഴ വരുമ്പോ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ലോഡ് ആകുമ്പോ വെള്ളം ഒറ്റ പോക്ക് പോകും. അപ്പൊ നമ്മള് വെണ്ട നടാൻ പോവാണ് കേട്ടാ. തള്ളി പിടിച്ചു. ഭയങ്കര വിളവുണ്ടാക്കാൻ എനിക്ക് അറിയാണ്ടല്ല. ലോഡ് പോകുമ്പോ പൊട്ടും, അതുകൊണ്ടായിരിക്കും ഈ ചെറിയ കട്ടകൾ വയ്ക്കുന്നത്. കാലത്ത് തന്നെ നല്ല മഴ. ജഗു സ്കൂളിൽ പോയി മഴ തുടങ്ങി. ഞാനാണെങ്കിൽ ഇന്ന് നമ്മുടെ ചേച്ചിമാരില്ലേ അവര് വന്നിട്ടുണ്ട്. അവരെ ബാഗിലാണ് ഇരിക്കുന്നത് കണ്ട. നമ്മുടെ പുല്ല് വലിക്കുന്ന ചേച്ചിമാര് അവര് പറമ്പിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവരപ്പം കളയ്ക്കാന്നാണ് വിചാരിച്ചത്. അപ്പോൾ കാലത്ത് കളയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പുല്ല് വലിക്കും, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നടാന്ന് വിചാരിച്ചിട്ട് ചെടികളൊക്കെ വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് മഴ വരുമ്പോൾ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടാ. ഇതൊക്കെ ഓണത്തിനുള്ള നമ്മുടെ പൂക്കളങ്ങളാ. ഓണം അടുത്തിറങ്ങിയപ്പോൾ വേണ്ട നമ്മുടെ ചെമ്പരത്തി നോക്കി നല്ല പോലെ പൂവുണ്ടായില്ലേ കേട്ടാ. ചേച്ചിമാർ അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം. മഴ കൂടിയിട്ടാ. അവര് കോടയൊക്കെ പിടിച്ച്. നല്ല മഴയില്ലേ. അതൊക്കെ വലിച്ചു കളഞ്ഞോ? വെണ്ടയൊക്കെ കളഞ്ഞോ? ഒക്കെ കളഞ്ഞോ? ഒന്നും വേണ്ട, കൂർക്ക മാത്രം നിർത്തിയാൽ മതി അവിടെ. മഴ മാറിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചോണ് ഞാൻ. മഴ മാറിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചോണത്. ഞാൻ കുറച്ച് വെണ്ടയും അതൊക്കെ വാങ്ങിച്ചു വരാമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പം മഴയില്ലേ. നമ്മൾ കുഞ്ഞിതായിരിക്കുമ്പോൾ ചേമ്പിൽ വെള്ളം വരുന്നുണ്ടാ. അന്നേരം ലോഡ് ആകുമ്പോൾ വെള്ളം ഒറ്റ പോക്ക് പോവും. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി നമുക്ക് കണ്ട. ചേമ്പിൻ്റെ ഇലയിലത്തെ വെള്ളം മഴ കൂടി വരാം. അപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം, മഴ മാറിയിട്ട് വരാം. അതേ മഴയായിരുന്നില്ല, ഭയങ്കര മഴയായിരുന്നു. ഞാൻ മഴ കഴിഞ്ഞപ്പോൾ ഞാൻ പച്ചക്കറി ചേച്ചികളുടെ കാര്യം ആലോചിച്ചിട്ട് ഇത് കുറേ കാര്യങ്ങളാണ് ഒരുമിച്ച് തലയിൽ. അപ്പം എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ മിസ്റ്റേക്ക് വരണേ. പച്ചക്കറി തൈകൾ വാങ്ങിക്കാൻ പോയി. കാരണം ചേച്ചിമാര് പറമ്പില് ഇന്നലെ ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അവരേതാണ്ട് കഴിയാറായി തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാം. നമ്മളിനി പൂർവാധികം അവിടേക്ക് ശക്തിയിലേക്ക് പ്രവേശിക്കാൻ പോണ. പക്ഷെ ഉഗ്ര മഴ വരണേ. രാവിലെ ഭയങ്കര മഴയായിരുന്നു. വേണ്ട, വെണ്ട തൈ വാങ്ങിച്ചു 25 എണ്ണം. ഇത് മത്തങ്ങ. ഇത് തക്കാളി നട്ട് കഴിഞ്ഞുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ തക്കാളി ഒരു 10 എണ്ണം വാങ്ങിച്ചു. പിന്നുള്ളത് പച്ചമുളക് തൈ കണ്ട, പച്ചമുളക് തൈ വാങ്ങിച്ചു. പിന്നെ കുമ്പളങ്ങ, പിന്നെ ചരക്ക ഇതിനെ വിളിച്ച് കുറയ്ക്കാൻ പോയിരുന്നു. രണ്ട് കയ്പ കാര്യം കിട്ടി. അപ്പൊ കയ്പക്കും ചരക്കും കൂടി കുറയ്ക്ക അത് പറയാൻ പോയത് ഭാഗ്യം. മനസ്സെത്തുന്നിടത്ത് നാവെത്തുന്നില്ല. അപ്പൊ ഇത് കുറച്ച് സാധനങ്ങൾ മാത്രം. അത് വെണ്ടക്കായും മത്തങ്ങയും കൊണ്ട് വാങ്ങിച്ചു. കാരണം ഈ മഴയിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൂർക്ക നടാണ്ട് നട്ട് കഴിക്കാൻ പറ്റും. അവര് ക്ലീൻ ആക്കിട്ട് തടം കോരി അടിപൊളി. ഞാൻ വാഴകൾക്ക് മണ്ണിട്ട് കുറെ പണികളുണ്ട്. ഞാനങ്ങോട്ട് കിടന്നില്ലേ. അടുപ്പ് ഇങ്ങോട്ട് കത്തിച്ച് നീ അല്ല എനിക്ക് ദേഷ്യം. അതല്ല ഇവിടെ ചേരാ. നീ കോടയും വെള്ളം എടുത്ത പിന്നെ ഏത് ചേരാ ഇഷ്ടത്തില് ഇന്നസെന്റ് പറയില്ല. കൊടുക്ക വാങ്ങ. അയ്യോ നല്ല പോട്ടെ, അത് വിട്ട് കളഞ്ഞു. പറയണ്ട, പറയാണ്ട് മനസ്സിലായില്ലല്ലോ. അപ്പൊ പിന്നെ മനസ്സിലാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ചേട്ടൻ, ചിലപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും ചേട്ടൻ പറമ്പിലേക്ക് വരും. എന്നിട്ട് 9 മണിയാകുമ്പോൾ ജഗുന് സ്കൂളിൽ പോയാൽ മതി. അപ്പോൾ ഒരു 8:45 8:50 ഒക്കെ ആകുമ്പോൾ ചേട്ടൻ അങ്ങോട്ട് വരള്ളൂ. പിന്നെ മിക്കവാറും ദിവസം അങ്ങനെ വന്ന് പറമ്പ് വൃത്തിയാക്കി എല്ലാ ദിവസവും പണിയെടുത്തോടുന്ന ആ ആൾക്ക് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇവിടെ ചെടിയും വെള്ളം താങ്ങി വാങ്ങിക്കുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. വൃത്തിയാക്കി നോക്കിയേ, ഇവിടെ നിസയെടുക്കും നോക്കിയേ കേട്ടാ. എല്ലാം നീറ്റാക്കി. റോഡ് പണിയുടെ കട്ടകളൊക്കെ എടുത്ത് നല്ല പണിയുണ്ടാ. റോഡ് പണിയുടെ കട്ട ഇറക്കിണ്ടേ കേട്ടാ. ഇരിക്കാൻ വേണ്ടിട്ട് ഇരുന്നിട്ട് പുല്ല്. അയ്യോ, നിങ്ങളെ പറ്റി പറയായിരുന്നു ഞങ്ങള്. അടിപൊളിയുണ്ട്.
പിന്നെ നോക്കി അവിടെ ഭംഗിയാക്കി ഇപ്പോഴാണ് പറമ്പ് ഇത്രയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലായത്. കപ്പലണ്ടി എല്ലാം കിട്ടിയ കപ്പലണ്ടി അല്ലേ കുഴപ്പമില്ലേ? ആഹാ കണ്ട പിന്നെ നീറ്റാക്കി. അപ്പം ഞാൻ കുറച്ച് മറ്റേ ഈ വെണ്ടാര ഇതൊക്കെ നട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയിൽ പണിയെടുക്കണം വല്ലവരെ കിട്ടും അവരെ വിളിച്ച് ചീപ്പിക്കാൻ. അതന്നെ അവര് പറഞ്ഞത് കേക്ക് കൃഷിക്കാരാ. അതെ ഇളക്കാനായിട്ട് ഇളക്കണ്ട ആവശ്യമില്ല, ഇളകി കിടക്കുന്ന. കറക്റ്റ് ചേച്ചി പറഞ്ഞ കറക്റ്റാ. ഈ കാട്ടില് വരാണ്ട് ഇവിടെ നട്ട് കഴിഞ്ഞ് ഇവിടെ ഇതിപ്പൊ കാട് വരും. പിന്നെ മാത്രല്ല ഇവിടുന്ന് ഇങ്ങോട്ട് ചെരിവാ, ഇവിടെ വെള്ളം വേഗം തൂങ്ങണ സ്ഥലാ ചേട്ടാ. അവിടെ ഉയർന്ന സ്ഥലത്ത് നട്. അല്ല ഞാനിവരെ കണ്ടപ്പോ ഇങ്ങോട്ട് പോകുന്നതാണ്, അല്ലാണ്ട് ഞാനത് ആ തള്ളെല്ലാം ഇങ്ങോട്ട് പോകുന്നതാണ്. അത് അങ്ങനെയാണ് പോയി അടക്കി. അത് കാണാനുള്ള ഒരു ആകാംക്ഷ വന്നാണ് ഞാൻ. വെണ്ട നടന്ന് ഇവിടെയാണ്, ഇവിടെയൊക്കെ നടാ. ഈ കൂർക്കങ്ങള് വേണമെങ്കിൽ സ്വന്തം എടുത്തോ. നിങ്ങളെടുത്തോ, ഞാനിവിടെ വെണ്ട നടാൻ പോവാ. വെണ്ട നടാ നിങ്ങൾ എടുത്തോ. അത് ഞാൻ പറിച്ചു തരാ. എനിക്ക് അവിടെ ഞാൻ വെണ്ട നടാൻ പോവാ. അതില്ലാത്ത സ്ഥലത്ത് ആദ്യം കളക്കി ചേട്ടൻ. അല്ല ഒരു തലക്കിന്ന് വൃത്തിയിട്ട് വരണ്ടേ. ഞാൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ്. ഇവിടെ ഇഷ്ടം പോലെ പച്ചക്കറി കിട്ടും. അവര് പറഞ്ഞത് കേട്ടില്ലേ, അവർക്ക് മൈക്ക് വെച്ച് കൊടുക്കണ്ടായിരുന്നു. അവരെ കുറച്ച് ഡയലോഗ് കേട്ടനെ. എന്തുട്ടാ മര്യാദ വല്ല പണി അറിയണ ആളെ കൊണ്ട് വിളിച്ചിട്ട് ജീവിപ്പിക്കാൻ നീ. അതെ നമ്മുടെ ജൈവ കൃഷിയാണ്. ഇവിടെ ഈ രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കില്ല ഞാൻ. ഇനി നമ്മള് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ചാണപ്പൊടിയും ജൈവ മറ്റേ ഈ വേപ്പ് പിണ്ണാക്ക് തേങ്ങപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടി കലർത്തിയിട്ടുള്ള വളങ്ങളും അവരൊന്നും കാണിക്കും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കണത്. ചേട്ടൻ ഇവിടെ ഒന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട, അവര് മൈൻഡ് ചെയ്യണില്ല. അപ്പഴേ ശരിന്ന് അപ്പൊ നമ്മള് വിചാരിച്ച പോലെയുള്ള വിളവുകളൊന്നും ഉണ്ടാവണമെന്നില്ല. പണ്ട് നമ്മള് വാരം കോരി നല്ല ഭംഗിയിൽ നടില്ലേ, അതുപോലെ നടാൻ. പിന്നെ മണ്ണിളക്കം കൊടുക്കാൻ, എന്നാലാണ് വേരോട്ടം. കൂടുതൽ മണ്ണിളക്കം ലോകത്ത് കിട്ടില്ല. നിറയെ ചപ്പുചവറാണ്. വേറെ വല്ലവരോടും പറയോ നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാന്ന് ഇവിടെ ഉള്ളത് നിറയെ ചപ്പുചവറാ. ചപ്പുചവറ അടിപൊളിയല്ലേ? അല്ല അതുകൊണ്ട് മണ്ണ് ഉറക്കില്ലാന്ന്. ഇവിടെ എന്തോരം ചപ്പുചവറ ഉണ്ടെന്നറിയോ? നമ്മള് പുല്ല് കൃഷി ചെയ്യുന്ന ഇവിടെ ഇഷ്ടം പോലെ പുല്ല്. അതൊക്കെ ജൈവവളമാണ്. നിങ്ങൾ പറിച്ചു കൂടിയിട്ടുള്ള പാമ്പുകളൊക്കെ പോയി. ഇന്നലത്തെ കല്ലിഞ്ച വന്നതോടുകൂടി പാമ്പുകളൊക്കെ ഓടി. ഭൂമി ഇങ്ങനെ കിടന്നേ തറമ്പാണ്. അപ്പൊ പാമ്പുകള് എന്തെങ്കിലും ചേച്ചിമാര് മറ്റേ നമ്മുടെ ചുണ്ടങ്ങിയൊക്കെ കളഞ്ഞു കൊണ്ടിട്ടാ. അത് കളയില്ല, അവർക്കറിയാം. ചുണ്ടങ്ങി മറ്റേ കാട്ടുചെടി എനിക്ക് കളഞ്ഞിട്ടുണ്ട്. അവര് എന്നെ പഠിപ്പിക്കാനൊക്കെ അവര് ഇത് നിങ്ങൾ കേട്ടാ. അവര് ചുണ്ടങ്ങനെ എന്നെ പഠിപ്പിക്കാന്നൊക്കെ അല്ലാണ്ട് വെറുതെ പേടിപ്പിക്കല. മഴ തൂളി തുടങ്ങി. എന്തായാലും എന്താ ദൈവമേ, ആറ്റുനൂറ്റ് ഒരു മോളുണ്ടായപ്പോ അത് യക്ഷിന്ന് പറഞ്ഞ പോലെ. അതെ ഞാൻ പറയാൻ വരായിരുന്നു. ആറ്റുനൂറ്റൊന്ന് വലുതും നടാതെ വന്നപ്പോ മഴ. ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ പൊന്തി നിക്കണ്ടില്ലപ്പോ ഇല്ലേ? വെണ്ടയും മത്തങ്ങയും അല്ല കൊറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മഴക്കാര് കണ്ടായിരുന്നു എല്ലാ തൈകളും ഇങ്ങോട്ട് കൊണ്ടുവന്നു. എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലേ? ഇനിയിപ്പോ ഗ്യാപ്പ് നോക്കിയപ്പോ ക്ലീൻ ആയില്ലോ. ഇനിയിപ്പോ നടാം. ഇനിയിപ്പോ എനിക്ക് ഓരോന്നോരം നടാമല്ലോ. അല്ലെങ്കിൽ എന്താ വെച്ചില്ലേ നമ്മള് എന്താ ചേച്ചിമാരടക്കെ വന്നോളോ ഇതിൽ കൂടെ. നിങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ തരാം. അതായത് കുറച്ച് കളഞ്ഞ കാബേജും കോളിഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ഒരാള് പോലും വാങ്ങിക്കാൻ വരില്ല. വെറുതെ നമ്മൾ കൊടുക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആളുകൾക്ക് വരുന്നവർക്ക് സന്തോഷപൂർവ്വം. ഇപ്പോഴും ഒരാൾ പോലും വരുന്ന കാണാനില്ല. അപ്പൊ അങ്ങനെ കാബേജും കോളിഫ്ലവറും ഇവിടെ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. ജേസി ചേട്ടനല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരാ വരാന്ന് അറിയില്ല. മൂത്തുന്നറിയും നരകിക്കുന്ന അല്ല, ഞാൻ ഈ മറ്റേ കോളിഫ്ലവറും കാബേജും മൂത്ത് നരയ്ക്കുന്നവർ എന്ത് ശരി അങ്ങനെ പറയാം.
അതായത് കൊള്ളക്കാരന്റെ പോലെ ഒരാള് വരുന്നുണ്ട്. അവര് പെട്ടെന്ന് പേടിക്കും, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ പേടിച്ചവര്. കൊള്ളക്കാരനെന്നല്ല, ഞങ്ങളുടെ ചെറിയേട്ടനാ. ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് ഒരു 6 മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ പണിത് കഴിഞ്ഞാലും നമുക്ക് നടാം. മറ്റെന്ന് പറഞ്ഞാൽ പുല്ല് ചെത്താനാണ് ആ 2 മണിക്കൂർ പോണതേ. പുല്ല് ചെത്തിയിട്ട് ഒന്നും ആവില്ല. പിന്നെ പുല്ല് ചെത്തുമ്പോ ത്രില്ലില്ലേ, നമുക്ക് ഒന്നും കാണുന്നില്ല. ആ ഭാഗങ്ങളൊക്കെ കാടും മൂടിയിട്ട് കൊറേ കാലായി ഉണ്ടായിരുന്നു. കൊറേ നാളായിട്ട് മൂടി എടുക്കായിരുന്നു. പുല്ല് ഇനി വരും പുല്ല്. അയ്യോ, ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ട് കൊറേ ചെണ്ടുമല്ലി പോയി. ഓണത്തിന് കിട്ടും തോന്നില്ല. ഇതൊക്കെ തല നുള്ളി കുടിച്ചിട്ട് മുട്ടിട്ടു. വേണ്ട, ഇതിനൊക്കെ നിറയെ ഇതുകള് വന്നു. ഇതുമെന്നാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇടയിൽ കണ്ട കൊറേ പോയി. ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കായിരുന്നു. അയ്യോ, മഴ 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 പെയ്തു. സരിത കൊടന്ന് നിർത്തി ഇതാണ് പറഞ്ഞത്. എന്ത് അല്ലാന്ന് നമ്മളേ ഒന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോളേ ഈ മഴ എന്തിട്ടൊക്കെ സാധനങ്ങളാ. ആ ചേച്ചിമാരെ ഈ കാടിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തിട്ടാന്ന് നോക്കട്ടെ. അതുണ്ടാവും. പണിയായുധങ്ങള്. അത് ചേട്ടൻ എവിടെ നിന്നിട്ട് ആ പണി കഴിയണം, അത് അവിടെ ഇട്ട് പോവും. സ്വർണ്ണൊന്നും കിട്ടിയിട്ടില്ല. നമ്മള് പണ്ട് കാലം മുതൽ കൈക്കോട്ട് കളിച്ചിരിക്കുന്ന ആളിന് പണിക്കാരൊന്നും ആവശ്യമില്ല. നമുക്ക് വല്ലാണ്ട് ഹൈറ്റ് കൂട്ടിയിട്ട് കാര്യമില്ല. പാറ പൊട്ടിക്കാനാ വാരം കോരാൻ. നിങ്ങളുടെ അവിടുത്തെ മണ്ണും ഞങ്ങളുടെ അവിടുത്തെ മണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ നെല്ല് ചെയ്യുന്നത് തന്നെയാ. ഒരു കാലത്ത് പാടത്ത് തന്നെയായിരുന്നു പണി ഫുള്ള്. അതെ, മഴ പശകായിക്കും തോണ്ട് കണ്ടിട്ട്. അല്ല, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഒരു സാധനമെങ്കിലും ഞാൻ നട്ടിട്ടേ പോവുള്ളോ. കഴിഞ്ഞു അല്ലേ? ഇവിടെ ഈ ഒരു ഭാഗം കൂടി ഞാൻ കഴിഞ്ഞില്ലേ? അല്ല, അപ്പൊ സമാധാനം എനിക്ക്. അവര് ടെൻഷൻ അടിച്ചിട്ടാണ് പണിയെടുക്കണത്. കാരണം ഇന്നത്തോട് കൂടി അവർക്ക് തീർക്കണതേ. വന്നത് മുട്ടാറായി. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി 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 അതിൽ കൂടെ ഇങ്ങനെ വന്നതേ. അല്ല, മുട്ടണത് കാണിച്ചുതരാം. ഇനി ഇവിടെ വന്ന് മുട്ടിയ കഴിഞ്ഞു. ഇത് കമ്പോസ്റ്റ് കുന്ന്. അവിടെ നിന്ന് മഴ പെയ്തു വരെ സൗണ്ട് അല്ലേ കേക്കണേ? ഭയങ്കര മഴ വരുന്നത്. മഴ വരല്ലേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവര് പണിയെടുക്കണത്. അവർക്ക് ഇത് ഇന്നത്തോടു കൂടി തീർക്കാനായിട്ടേ. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അടിപൊളി മഴ ശബ്ദം. ഞാൻ ഈ വെണ്ട നടാനായിട്ട് എന്തൊരു ചെയ്യണ്ടെന്ന് ആലോചിച്ചിരിക്കുക. മഴ മാറിയിട്ടായാലും നട്ടാ പോരെ? അല്ല, ഇതിപ്പോ നടാന്ന് വെച്ചിട്ട് പെട്ടെന്ന് വേണ്ട. ഇപ്പൊ നല്ല മഴ പെയ്യും. അല്ല, നീ എനിക്ക് കൂടെ പിടിച്ചു തന്നാ മതി. ഞാനാ പെയ്തു പെയ്യട്ടെ. ചേട്ടാ, മഴ മാറിയിട്ട് വന്ന് നട്ടോ. ക്യാമറ നനയും. ഞാൻ കവർ എടുത്തിട്ട് വരാം. തലയിൽ നീ ഇവിടെ പിടിച്ചിരിക്കുന്നത് ഞാൻ നട്ട് നട്ട് പോകും. അതെ, കാറ്റുണ്ട് കാറ്റുണ്ട്. കാറ്റൊന്നും മാറിയിട്ട് നടാൻ വെച്ചിട്ടത്. നല്ല കാറ്റുണ്ട് കണ്ട. അവിടെ നിന്നാണ് കാറ്റ്. വടക്കോട്ടുന്നേ ഫ്ലാറ്റ് ഇല്ലേ, ഫ്ലാറ്റ് അതിൻ്റെ അവിടെ നിന്നാണ് കാറ്റ് വരുന്നത്. പണ്ട് മഴ പെയ്യുമ്പോഴേ അത് പറിച്ചാൽ മതി. അതൊന്നും ഉണ്ടാവില്ല. പയറ് ഒന്നും ഉണ്ടാവില്ല അമ്മ. അതേ, പണ്ട് മഴ പെയ്യുമ്പോൾ എല്ലാവരും ചെറിയ വീടുകളായിരിക്കും. ചെറിയ ഇറക്കാലിക്കുണ്ടാവും. ഇത്രയ്ക്ക് കയറി നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ചില വീടുകളേ അവർക്ക് കുറേ കോഴികളുണ്ടാവും. ഈ കോഴികളുണ്ടാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴികൾക്ക് കൂട്ടി കയറി നിൽക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതിങ്ങനെ നിന്ന് ഇങ്ങനെ കുനി കൂടി ഈ ഇറക്കാലിക്കിൻ്റെ അവിടേക്കാണ്ട് വരും. അപ്പൊ അവറ്റ തട്ടി പുറത്താക്കും. എന്തിന്? അതൊരു കളി എന്ന് പറഞ്ഞാൽ എന്റെ കാര്യമില്ല, ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് പൊതുവെ പറയുന്നതാണ്. അപ്പൊ വീട്ടുകള് ഈ മഴയത്ത് ഇതിങ്ങനെ ഇങ്ങോട്ട് നടന്ന് ശരിക്കും ഇങ്ങനെ കൊടുമുടി പോലെ മലരെ മുടിങ്ങനെ പോലെ ശരിക്കിനെ വാഴൊക്കെ ചാത്തൻകോഴിയിൽ നീ അങ്ങോട്ട് പിടിക്കാണ്ടേക്ക്. ഞാൻ കാറ്റ് വരുന്ന തടഞ്ഞു നിർത്തണതാ.
ചാത്തൻ കോഴികളൊക്കെ ഇല്ലേ ഇതിങ്ങനെ ഇങ്ങനെ നടക്കും. നല്ല ഭംഗിയാ, ശരിക്കും ഇങ്ങനെ ഒരു വടി പോലെയാ ഒരു. അങ്ങനെ ഞാൻ പണ്ടൊക്കെ ഒരു കാലം ഓർമ്മിക്കുക മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം മഴയത്തൊക്കെ നല്ല രസം. ഇത് നീണ്ടു പിടിക്കുന്ന മഴയൊന്നും ഉണ്ടല്ലേ. ചേട്ടനെ എന്നെ ഷോപ്പിൽ കൊണ്ടാക്കിക്കോ, എന്നിട്ട് മഴ മാറുമ്പോ നട്ട് വീഡിയോസ് ഇപ്പൊ നട്ട് കാണിച്ചു തരാം. വേണ്ടെന്ന് മഴ കൊള്ളണ്ടെന്ന് വെറുതെ. മഴ കൊള്ളില്ല, നീ എന്റെ കടക്കെ പിടിച്ചു കടക്കല. അതെ നീങ്ങ് അതെടുക്കട്ടെ. ഞാൻ ഈ പണ്ടത്തെ പടങ്ങൾ കാണുമ്പോ ഓരോ തിരുമേനിമാര് പിന്നാലെ കാര്യസ്ഥന്മാര് കൊടയും പിടിച്ച് നടക്കില്ലേ. കണ്ടാ വലിയ കൊട വാങ്ങിച്ചോണ്ടിട്ട് എന്നെ ചീത്ത പറഞ്ഞതല്ലേ, ഇത്ര വിലയേറെ കൊട വാങ്ങിച്ചത് ഉപകാരം ഇത്. കണ്ട ഇനിയിപ്പോ ഞാൻ നനയുന്നില്ല, നീ അവിടെ പിടിച്ചാ മതി. അപ്പൊ നമ്മള് വെണ്ട നടാൻ പോവാണ് കേട്ടാ. തള്ളി പിടിച്ചു മഴ മാറിയിട്ട് നട്ടാ മതി. ഈ മഴ കൊള്ളും നല്ലതിന്. പിന്നെ എനിക്ക് വാശി കണ്ട വാശി. അതൊക്കെ ഞാനിടും. വെണ്ടിയില്ലേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവാറ് വെണ്ടക്കായ, അത്രയ്ക്കധികം ഉണ്ടാവും. ബാക്കിയുള്ള താങ്കളെ പോലെ കേട്ടോ. വെണ്ടക്കായ പെട്ടെന്നുള്ള മഴ പോയി ആദ്യം നട്ടുനിന്ന് പിടിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ രീതി. നട്ട് പിടിപ്പിച്ചിട്ട് എന്നിട്ടാണ് നട്ടൊന്ന് പിടിച്ച് കൂമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വളങ്ങളും തട്ടും. വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവ വളങ്ങള് ചാണപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് വേറെ ഇപ്പൊ നിങ്ങൾ അവരെവിടെ ഒന്നും പറയണ്ട, അവര് കാണാറുള്ളതാ നമ്മുടെ വീഡിയോ. ചേട്ടൻ കൃഷി ചെയ്യണത് എങ്ങനെയാന്നൊക്കെ അവർക്ക് അറിയാന്ന് പറഞ്ഞവര്. ചേട്ടന്റെ സൂപ്പർ കൃഷി രീതിയാന്ന് അവർക്ക് അറിയാം. അതല്ല ചേട്ടൻ അവര് ഓരോന്നും പറഞ്ഞു തരണേ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. എന്റെ കൃഷി രീതിക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന്, നല്ലതാന്ന്. ഞാനും അങ്ങനെ തന്നെയല്ല പറഞ്ഞേ. അതില് ഒരു കളിയാക്കണ പരിപാടിന്റെ പോലെ അല്ല, കളിയാക്കിയതല്ല. ഞാൻ എപ്പോഴും കളിയാക്കണാരനേ. ശരിക്കും പറയണത് കളിയാക്കണത് ഏതാന്ന് മനസ്സിലാവണ്ട. ഞാൻ നീങ്ങണ അനുസരിച്ച് നമ്മള് പലപ്പോഴും ആളുകൾ പറയണതന്നെ ഇപ്പൊ നമുക്ക് ഭയങ്കര വിളവുണ്ടാക്കാൻ എനിക്കറിയാണ്ടല്ല. എന്താ എനിക്കറിയാണ്ടൊന്നല്ല, ജൈവ കൃഷിയുടെ കാര്യമില്ല പറഞ്ഞ. ജൈവ കൃഷിയിൽ ഇപ്പൊ എത്ര കിലോ വിളവ് കിട്ടുള്ളൂ നമുക്ക്. നമുക്ക് എത്ര തലകുത്തി പറഞ്ഞാലും കാര്യമൊന്നുമില്ല. നന്നായി ഉണ്ടാവുക ചെയ്യും. എവിടെ എന്തോരം ഉണ്ടാവും. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. വേണ്ടത് ഇനിയിപ്പോ കൂടുതൽ ഇവിടെ പുല്ല് വരാണ്ട് ചേട്ടൻ നോക്കിയാ മതി. അതിനെ കണ്ടമാനം കുറെ നേന്ത്രവാഴ വയ്ക്കണം. നേന്ത്രവാഴയും കൊള്ളിയും വെച്ച് കഴിഞ്ഞാൽ പുല്ല് അധികം ഉണ്ടാവില്ല. അത് ചെയ്യേണ്ട തവണ നമ്മൾ കംപ്ലീറ്റ് പച്ചക്കറി മാത്രം നോക്കുകയാണെങ്കിൽ ഇതിൽ പുല്ല് നിറയും. ഒരു നേന്ത്രക്കൊല വലുതുണ്ടായി ഇവിടെ വണ്ടൻ. നിങ്ങൾ കണ്ട അതല്ല പറയണ, അവര് വീഡിയോ കാണുന്നതാന്ന്. അവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്. അത് കണ്ട നിങ്ങള് ഇവരിവിടെ താമരശ്ശേരി മറ്റേ ഇനി കുടമാരിക്ക് തരുന്നത് മഴയില്ല. കുതിരട്ടം പപ്പുവിൻ്റെ ഇത് കണ്ടു, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊന്നും ഇത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. മനസ്സിലായ? നമുക്കിങ്ങനെയുണ്ടേ പ്ലാനിങ് ഒന്നും ഇല്ലല്ലോ. അതന്നെ അപ്പം എന്തിട്ടാ തോന്നിയത്. അത് പറയാ. വേണ്ട തൈ വാങ്ങിച്ചു കുറവായി, നീ വാങ്ങിക്കുന്ന വേണ്ട തൈ. അത് ചൂനാവില്ല. അതിനേക്കാൾ നല്ലത്, ഏറ്റവും നല്ലത് ഇത് ഒരു വെണ്ട തൈക്ക് 2 രൂപയുള്ളൂ. നമ്മൾ ഇതൊക്കെ ഇത് എങ്ങനെയും പൊടിക്കും. ഇത് നാശമായി പോവില്ല, എങ്ങനെയും വളരും. അപ്പോൾ പിന്നെ നമ്മളിതല്ലേ നല്ലത്. വെറുതെ തൈ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് പൈസയുണ്ടേ. തൈ വാങ്ങിക്കുകയാണെങ്കിൽ 15 രൂപ. അല്ല തൈയല്ല, കുരു വാങ്ങിക്കുകയാണെങ്കിൽ വിത്ത് വാങ്ങിക്കുകയാണെങ്കിലും കാശ് കൊടുക്കണ്ടേ. നിങ്ങൾക്ക് ഈ പറമ്പിൽ വന്ന് പറിക്കാൻ കിട്ടിയത് ഭാഗ്യമാണ്. നിങ്ങൾക്ക് പറിക്കാനുള്ള ഭാഗ്യം കിട്ടാൻ വേണ്ടിട്ട് ചേട്ടാ പറമ്പ് ഇങ്ങനെ ഇട്ടേ എത്ര ആള്. നല്ല ഭാഗ്യം അവസരം കിട്ടിയില്ല നിങ്ങൾക്ക്. ഇനി മത്തങ്ങ നടാം. മത്തങ്ങ ആ പെൺകുട്ടിയോട് 4 മത്തങ്ങ തൈ, നിനക്ക് 2-3 മത്തങ്ങ തൈ വേണോ? ആർക്കെങ്കിലും വേണം മത്തങ്ങ? തരാട്ടാ. എനിക്ക് ഇതിലെ ആ പെൺകുട്ടിയോട് 4 മതി എന്ന് പറഞ്ഞ, അതായത് 6 വെച്ചു. അല്ല 6 3, 4, 7 ഉണ്ട്. ഈ മത്തങ്ങ നടാട്ടാ. മത്തങ്ങ നടാനായിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. ഒരു തടം വാരി നല്ല പന്തലുമ പടർത്തണം. എവിടെ നടാ?
അപ്പൊ ആ പന്തലും പടർത്തിക്കും. മത്തങ്ങി പന്തൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാ. ഹിന്ദിക്കാരെ കണ്ടിണ്ടാ മത്തങ്ങേ? ഹിന്ദിക്കാരെ വീടിയെന്നില്ല കണ്ടിണ്ടാ? അതെ, മത്തങ്ങാരെ എങ്ങനെയുണ്ട് ബൾബ് പോലെ ആയിട്ട് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് എടുക്കും. ഹിന്ദിക്കാരെ ആര് മുമ്പ് കണ്ടിട്ടുള്ളത്? ചെറിയേട്ടൻ പറഞ്ഞില്ലേ പന്തലുമ വളർത്തി കഴിച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെയുണ്ട് ഉണ്ടായിട്ട് ബൾബ് പോലെ ഇങ്ങോട്ട് കിടക്കുന്നതാണെന്ന്. നമ്മൾ നിലത്തല പടർത്തണത്. നിലത്ത് പടർത്തുമ്പോൾ ലോകം മുഴുവൻ കുട്ടികൾക്ക് ആവശ്യം വരും. എന്നിട്ടാ ശരിക്കും ജൂനും ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഈ മത്തങ്ങ ഞാൻ ഇവിടെ നടാൻ പോകുന്നു കേട്ടാ. ഇത് നല്ല വളക്കൂറുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടാ ഇലയും അതൊക്കെ ചീഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇതിൽ ആദ്യം നട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കൂമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ജൈവവളം ചെയ്യും. അപ്പം മത്തങ്ങയ്ക്ക് ഒരു തടം ഒരു 3 വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളതാ ചേച്ചിമാർ കൊടുക്കാം. ചേച്ചിമാരെന്നാവില്ല, അനീത്തിമാരേക്ക്. മത്തങ്ങ തടം ആക്കൽ കഴിഞ്ഞിട്ടാ. നടണ്ട തൈ എടുത്തിട്ട് വരണം അവിടെ നിന്ന്. തൈ മഴയിലേക്ക് നടാം കുറച്ച്. അല്ല കൂർക്കതല ഒരു സെറ്റ് കൂർക്ക കാണാൻ പറ്റില്ല. ഇപ്പോൾ നുള്ളാൻ ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെ മുട്ടൂത്തി നിന്നിട്ട് നടണ്ടേ? അല്ല മുട്ടൂത്തി നിന്നിട്ട് ഇത് ചെയ്യണ്ടേ? മത്തങ്ങ 3 നടനുള്ള ബാക്കിൽ അവർക്ക് കൊടുക്കാം. കണ്ടമാനം നട്ടിട്ട് എന്ത് കാര്യം നമുക്ക്? പെട്ടെന്ന് സാധനങ്ങൾ വരുന്നതിൽ തരുതേ. ഓരോ സാധനങ്ങളേ അല്ല ഇങ്ങനത്തെ ശരി അല്ല ഇവിടെ മാറ്റങ്ങൾ വരാൻ പോണത്. നിങ്ങൾക്ക് ഈ 4 മത്തങ്ങ തൈ വേണോ? വേണമെന്ന് പറഞ്ഞില്ലേ അവര്? അല്ല കൊണ്ടയ്ക്കാം. അല്ല 4 ഉണ്ടെന്ന് പറയുന്നത്. കൂർക്കത്തല അവര് കൊണ്ട് നുള്ളി വെച്ചിട്ടുണ്ട്, കൊണ്ടുപോകാൻ അതിന്റെ അവിടെ വയ്ക്കാം. നോക്കേ ഒരു തരം കൂർക്കി നടാം. തൈകൾ ഇനി നാളെ കാലത്ത് നടുള്ളൂ. ഇതണ്ട ഈ വെണ്ടകൾ കണ്ട മോരടിച്ചു. പക്ഷേ ഇവർ ഉഷാറാവട്ടെ. അവർക്ക് ഇതിൽ ചാണപ്പൊടിയും ഇതൊട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഉഷാറാവും. ഒരു മിനിറ്റ് അങ്ങനെ കൂർക്ക നടുന്നതിന് മുന്നേ ചാണപ്പൊടി ആ വെണ്ടകൾക്ക് നന്നാക്കി നോക്കാം. അല്ലല്ല അത് എനിക്ക് നടാനുള്ളതാ. നെല്ലിക്കല്ലേ? ഇത് നമ്മുടെ മറ്റേ ഈ അകത്തിച്ചീര ഇതന്ന് കൊണ്ടിട്ട് മറന്നുപോയി ഇതാ നടാനായിട്ട്. ഇതിന് നമുക്ക് ഒരു വെളിവുള്ള സ്ഥലത്ത് നടാം. ഇത്തവണ നമുക്ക് ഒന്നിലെങ്കിലും ഈ അകത്തിച്ചീരയ്ക്ക് നമുക്ക് ഒരു ഇത് കൊടുക്കണം. എന്താ പറയാ, ഇതിന്റെ ഇല്ലില്ല. ഞാൻ ആ വെണ്ടയ്ക്ക് വളർത്തി കൊടുക്കാൻ പോവാ. തൈകൾ ഇനി നാളെ കാലത്ത് നട്ടുള്ളതാ. ഇതിനെ എവിടെ നടാ? അകത്തിച്ചീര തന്നെ. ഇതിന്റെ കടയ്ക്ക് നടാല്ല. അല്ലല്ല ഈ കമ്പോസ്റ്റിന്റെ അടുത്ത്. ഇതെങ്ങനെ നട്ടാലും അടിപൊളിയായിട്ടുണ്ടാവും കേട്ടാ. ഇതിന്റെ ചീര അടിപൊളിയാണേ. അല്ല അകത്തിച്ചീരയ്ക്കൊരു മോചനം. ഈ സാധനക്കില്ലേ അകത്തിച്ചീരക്കില്ലേ എങ്ങനെ വെച്ചാലും ഉണ്ടാവും. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് അയ്യോ അങ്ങനെ പറഞ്ഞതാ പുതായി. കത്തിയും കത്തരിയൊക്കെ വേണതല്ലേ? ഈ സൈഡിലേ ആരും ശ്രദ്ധിക്കപ്പെടാണ്ട് വലുതായിക്കോട്ടാ. ഇതിൻ്റെ സരിത ഇതിൻ്റെ എല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കറക്കും. അകത്ത് ചീര സെറ്റായി. ഇതാ ഈ വെണ്ടയ്ക്ക് ഇത്തിരി ചാണപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ട് കുറച്ച് ചാണകം ഇറക്കി. അല്ല ചാണകം ഇറക്കണം. എല്ലാവരും ചാണകം ഇറക്കി, നമ്മൾ മാത്രം ചാണകം ഇറക്കിയില്ലേ. ഞാൻ ഈ മഴ കാരണം എല്ലാവരും ചാണകം ഇറക്കി. മറ്റേ മണ്ണുത്തിയ യൂണിവേഴ്സിറ്റി ഇല്ലേ വെള്ളാനിക്കര, അവിടെ നിന്ന് ചാണം വണ്ടി വരും. പച്ചച്ചാണം. ഉണക്ക ചാണത്തിന് ഭയങ്കര കാശാ. ഇവിടെ നിന്നാണ് ഇവിടെയാണ് നമ്മൾ ചാണം ഇറക്കിയത്. കഴിഞ്ഞത് ചേട്ടോടെ ചാണം എടുക്കാൻ വേണ്ടിട്ട് ഒരു കൈക്കോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് അവർ കളക്കുന്നത്. പണി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിർത്തില്ല ചേട്ടാ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നടക്കാനാ ബുദ്ധിമുട്ട്. ഇപ്പൊ ദീപാഴ്ത്തിനില്ലേ, ഈ പാടത്തിനി സരിത നോക്കിയാ ഇതിപ്പോ ചാവാലികളല്ലേ നോക്കിക്കോട്ടാ. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ വേണ്ട കൈൻ്റെ അവിടെ നോക്കിക്കോട്ടാ. നോക്കിക്കോ. അത് ആ ചേച്ചി അത് പറഞ്ഞോളൂ നേരത്തെ. ആ വെണ്ടയ്ക്കൊക്കെ ചാണം വെച്ച് മണ്ണിടാം. ഈ വെള്ളക്കെട്ടായ കാരണം നമ്മൾ ചെയ്യാണ്ടിരുന്ന ഇത്ര നാള്. ചാണം ഇവിടെ മുൻപ് ഇറക്കിയിട്ടുള്ളത് നമ്മൾ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ചാണം ഇറക്കിയിട്ടേ കഴിഞ്ഞ മഴക്കാലത്ത് ചാണം ഇറക്കി.
ഇങ്ങനെ പുല്ല് വലിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടില്ലേ, ഇതിൻ്റെ കടടക്കം പോരുന്ന കാരണേ, വേരടക്കം പോരുന്ന കാരണേ അത്ര പെട്ടെന്ന് ഇനി പൊന്തില്ല. ഞാനാണെങ്കിൽ കൈ കൊണ്ടിട്ട് ചെത്തല്ല ചെയ്യുക. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് വരാം. ചായ ഉണ്ടാക്കിയോ? ആ നിങ്ങൾക്ക് കടി വാങ്ങിച്ചോണമെന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ കാർഷിക പാട്ടില്ലേ, കൃഷിപ്പാട്ടുകൾ, പാടത്ത് പണിക്ക് പോവില്ലേ? അപ്പം നിങ്ങൾ പാടില്ലേ? പാടത്ത് പണിക്ക് പോകുമ്പോഴേ നിങ്ങൾ പാട്ട് പാടില്ലേ? ഇതിൻ്റെ ഇടയിലേ ഇന്നലെ വേണ്ട നമ്മുടെ റോഡ് പണിക്ക് ഇന്നലെ നമ്മൾ സാധാരണ ആ സുമതി വളവില്ലേ അവിടെ വണ്ടി താഴെ പതിവായിരുന്ന കൂളായിട്ട് കൂളായിട്ട് ലോറി വന്ന് 2 സ്ഥലത്തായിട്ട് തട്ടി. കണ്ട, ഇവിടെ കട്ട തട്ടി, അപ്പോൾ ഇവിടെ കട്ട തട്ടി, പിന്നെ അവിടെയും കട്ട തട്ടിയിട്ടാണ്. അപ്പോൾ ഈ കട്ടരേ ആളുകൾ ചിലർക്കുള്ള സംശയമാണ്, എന്തിനാണ് ഇത്രയ്ക്ക് ചെറിയ കട്ടകൾ, ഇത് വലിയ കട്ടയാക്കി ഇവിടെ നിന്ന് ഒരു ചോദ്യം വരും. നല്ല തൂക്കണ്ട കേട്ടോ, ഒരു 3-4 കിലോ തൂക്കണ്ട പോരണം, വലിയ കട്ടയാക്കി ഇവിടെ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ വലിയ കട്ട വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് പോകുമ്പോൾ പൊട്ടും, അതുകൊണ്ടായിരിക്കും ഈ ചെറിയ കട്ടകൾ വയ്ക്കുന്നത് എന്നാണ്. കണ്ട, ഇങ്ങനത്തെ വയ്ക്കുമ്പോൾ ഇത് പൊട്ടില്ലേ ലോഡ് വരുമ്പോൾ, അതാണ് എൻ്റെ ഇത് കേട്ടോ. അപ്പോൾ ലോറി തട്ടിയിട്ട് കൂളായിട്ട് അവർ പോയി, കൂളായിട്ട് പോയി. റോഡ് സൂപ്പറായി. അല്ലെങ്കിൽ ഇതെന്ന് നടന്നു തന്നെ കല്ലിഞ്ച വന്നില്ലെങ്കിൽ അവിടെ കമ്പോസ്റ്റ് കുഴിയുണ്ട്. കമ്പോസ്റ്റ് കുഴി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചപ്പ് ചവറാണ്. സരിത ചായ കൊണ്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചായ കൂടിയിട്ട് ഇവരുടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. അല്ലാന്ന് ഇവരായിട്ടുള്ള സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പണി തുടരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരുന്നത്, അവിടെ പോയിരുന്നു, അവിടെ ഒരു വെളിവുണ്ട് കട്ടാരവിടെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ നടക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. കണ്ട, ഞാൻ ചെരുപ്പിടാണ് നടക്കുന്നത്. ഇപ്പോൾ കല്ലും കട്ടയും മണ്ണും തേങ്ങയും മയായിട്ട് ഇവിടെ നിറച്ചിടുന്നത്.